അടുത്ത നമ്മൾ വൃത്തങ്ങൾ എന്താന്ന് നമ്മൾ പരിചയപ്പെടാം. ഇപ്പോൾ വൃത്തങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ചെറിയ തോതിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ച ചില തത്വങ്ങൾ ഒന്നുകൂടി ഓർമ്മ പുതുക്കിക്കൊണ്ട് വേണം നമ്മൾ 10ാം ക്ലാസ്സിലെ വൃത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ച ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുക. വൃത്തം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തം എന്ന് പറഞ്ഞാൽ അതാ, ഇതൊരു നിശ്ചിത ബിന്ദു. ഇതാണ് ബിന്ദു. ഈ ബിന്ദുവിന് ഒരു നിശ്ചിത അകലം, ഒരു കൃത്യാകലം, ഇതാ ഈ ഡിസ്റ്റൻസ്, കോമ്പസിന്റെ മുന തൊട്ട് ഈ ചോക്ക വരെയുള്ള അകലം. ഈ അകലത്തിൽ ഈ തലം എന്ന് പറഞ്ഞാൽ എൻ്റെ പരന്ന് കിടക്കുന്ന പ്രതലം എന്നേ അർത്ഥമുള്ളൂ. പ്ലെയിൻ ഒരു പ്രതലം, ഈ ബോർഡിലുള്ള എല്ലാ ബിന്ദുക്കളും കൂടി ഞാൻ എന്ത് ചെയ്തു? യോജിപ്പിച്ചു. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന രൂപത്തിന് വിളിക്കുന്ന പേരാണെന്ത്? വൃത്തം. എ ഫിഗർ ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് പോയിന്റ്സ് ഓൺ എ പ്ലെയിൻ വിച്ച് ആർ ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റ്, ഈ ഫിക്സഡ് പോയിന്റ് നിന്ന് ഈക്വിഡിസ്റ്റന്റ്, ഒരേ അകലത്തിൽ ഈക്വിഡിസ്റ്റന്റ് ആയിട്ട് വരുന്ന എല്ലാ പോയിന്റ്സും കൂടി, ഒരു പ്ലെയിനിലുള്ള എല്ലാ പോയിന്റ്സും കൂടി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറിന് വിളിക്കുന്ന പേരാണെന്ത്? സർക്കിൾ അഥവാ വൃത്തം. അതിൽ ആ ഫിക്സഡ് പോയിന്റിനെ കേന്ദ്രം, വൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് വിളിക്കും. അത് ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റ് എന്ത് വിളിക്കും? വൃത്ത കേന്ദ്രം, ചുരുക്കി കേന്ദ്രം എന്നും പറയാറുണ്ട്. ഓർ സെന്റർ ഓഫ് ദ സർക്കിൾ, സെന്റർ. ഇനി ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഇവിടുന്ന് സർക്കിളിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ? ഈ ഡിസ്റ്റൻസ്, ഈ ദൂരം, ഈ അകലം OA, ഈ അകലത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ആരം അഥവാ റേഡിയസ്. വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയും. അപ്പൊ ആരാ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദ സർക്കിൾ, വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലം. ഈ അകലത്തിനാണ് എന്ത് വിളിക്കുക? ആരം. ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് നിശ്ചിത അകലത്തിൽ ഒരു തലത്തിലുള്ള എല്ലാ ബിന്ദുക്കളും യോജിപ്പിച്ചാൽ കിട്ടുന്ന രൂപമാണ് വൃത്തം. നിശ്ചിത ബിന്ദുവിനെ വൃത്തകേന്ദ്രം എന്ന് പറയുന്നു. വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലത്തെ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നു. ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് നിശ്ചിത അകലത്തിൽ ഒരു തലത്തിലുള്ള എല്ലാ ബിന്ദുക്കളും യോജിപ്പിച്ചാൽ കിട്ടുന്ന രൂപമാണ് വൃത്തം. നിശ്ചിത ബിന്ദുവിനെ വൃത്തകേന്ദ്രം എന്ന് പറയുന്നു. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള അകലമാണ് വൃത്തത്തിൻ്റെ ആരം. സർക്കിൾ ഈസ് ദ ഫിഗർ ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ആൾ ദ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. The fixed point is known as center of the circle. The distance from center of the circle to the circle is called radius of the circle. Circle is the figure obtained by joining all the points in a plane which are equidistant from a fixed point. The fixed points is known as center of the circle and the distance from center to the circle is called radius of the circle. ഇപ്പൊ എനിക്ക് വേറെ ആരം വരയ്ക്കാം. ഇത് വൃത്തത്തിലൊരാരം, ശരിയല്ലേ? വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലല്ലേ? വേണമെങ്കിൽ OB, ഇത് വൃത്തത്തിലെ വേറൊരു ആരം. എനിക്കിനി വേറെ ആരങ്ങൾ വരയ്ക്കാം. OC, ഇതും വൃത്തത്തിന്റെ എന്താണ്? ഒരാരം. വേറെ ആരങ്ങൾ വരയ്ക്കാം. OD, ഇതും ആരം. അങ്ങനെ ഒരു വൃത്തത്തിൽ എത്ര ആരങ്ങൾ വരയ്ക്കാം? എനിക്ക് ഒരു വൃത്തത്തിൽ ഇതേപോലെ അനേകം ആരങ്ങൾ വരയ്ക്കാം. എത്ര വേണമെങ്കിലും ആരങ്ങൾ വരയ്ക്കാം. ഇഷ്ടം പോലെ ആരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വൃത്തത്തിനകത്ത് വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു വൃത്തത്തിനകത്ത് വരയ്ക്കണ ആരങ്ങൾക്കൊക്കെ എന്തായിരിക്കും? ഒരേ നീളവും. ഒരേ വൃത്തത്തിലെ ആരങ്ങൾ തുല്യ നീളമുള്ളവയായിരിക്കും. റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ ആർ ഈക്വൽ ഇൻ മെഷർ. ഇല്ലേ? ഇതൊക്കെ ഒരേ നീളല്ലേ? നോക്കുക, ഇവിടുന്ന് ഒട്ട് വരെയുള്ള നീളം അതേ നീളം തന്നെയാവും ഇവിടുന്ന് ഒട്ട് വരെയുള്ള നീളം. അങ്ങനെ ഒരു വൃത്തത്തിനകത്ത് വരയ്ക്കണ ആരങ്ങൾക്കൊക്കെ എപ്പോഴും എന്തായിരിക്കും? ഒരേ നീളവും. ഒരേ വൃത്തത്തിലെ ആരങ്ങൾ, ഒരേ വൃത്തത്തിലെ റേഡിയസ് ഒക്കെ അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരേ വൃത്തത്തിലെ ആരങ്ങൾ തുല്യ നീളമുള്ളവയായിരിക്കും.
ഒരേ വൃത്തത്തിലെ ആരങ്ങൾ തുല്യ നീളമുള്ളവയായിരിക്കും. റേഡിഐ ഓഫ് ദ സെയിം സർക്കിൾ ആർ ഈക്വൽ ഇൻ മെഷർ. റേഡിഐ ഓഫ് ദ സെയിം സർക്കിൾ ആർ ഈക്വൽ ഇൻ മെഷർ. ഓക്കെ, ഇനി ഞാനൊരു റേഡിയസ് വരയ്ക്കുക. ഇതൊരു റേഡിയസ്, വൃത്തത്തിലൊരു ആര. ഓക്കെ, ഇതേപോലെ ഞാൻ നേരെ തിരിച്ച് ഇങ്ങോട്ടൊരു റേഡിയസ് വരച്ചു, ഇങ്ങോട്ടൊരു ആരം വരച്ചു. ഇപ്പൊ രണ്ടാരങ്ങൾ ഞാൻ വരച്ചു. ഒന്ന് ഒ പി എന്ന് പറഞ്ഞൊരു ആരം, അതേപോലെ ഒ ക്യു എന്ന് പറഞ്ഞൊരു ആരം. ഈ രണ്ടാരങ്ങളും കൂടി നമുക്ക് ഒരേ വരയിലാണ് വരും. ഇങ്ങനെ രണ്ടാരങ്ങൾ, രണ്ട് റേഡിയസ് സെയിം ലൈനിൽ വന്നാൽ, ഒരേ വരയിൽ വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ഇപ്പൊ വൃത്തത്തിന്റെ ആരത്തെ നമ്മൾ സൂചിപ്പിക്കല് 6 എന്നുള്ള അക്ഷരം കൊണ്ട്, ആരം റേഡിയസ് നമ്മൾ സൂചിപ്പിക്കും 6 എന്നുള്ള അക്ഷരം കൊണ്ട്. അപ്പൊ വ്യാസം എന്ന് പറയുമ്പോഴോ രണ്ടാരങ്ങൾ, ഒരാറ് ഇവിടെയുണ്ട്, ഒരാറ് ഇവിടെയുണ്ട്, രണ്ടാരങ്ങൾ കൂടുമ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ വ്യാസത്തെ സൂചിപ്പിക്കാറ് രണ്ടാറ്, രണ്ട് റേഡിയസ്, രണ്ടാരങ്ങൾ കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? വ്യാസം ഉണ്ടാവുക. രണ്ട് ആരങ്ങൾ ഒരേ വരയിൽ വന്നാൽ അതിനെ വ്യാസം എന്ന് പറയും. രണ്ട് ആരങ്ങൾ ഒരേ വരയിൽ വന്നാൽ അതിനെ വ്യാസം എന്ന് പറയുന്നു. ഇഫ് ടു റേഡിഐ ലൈ ഓൺ ദ സെയിം ലൈൻ ഈസ് കാൾഡ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇഫ് ടു റേഡിഐ ലൈ ഓൺ ദ സെയിം ലൈൻ ഈസ് കാൾഡ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഇപ്പോൾ ഫിക്സഡ് പോയിന്റിന് വൃത്തകേന്ദ്രം അഥവാ സെന്റർ ഓഫ് ദ സർക്കിൾ, വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലം അതിന് വൃത്തത്തിന്റെ ആരം അഥവാ വൃത്തത്തിന്റെ റേഡിയസ്. ഒരു വൃത്തത്തിനകത്ത് അനേകം ആരങ്ങൾ വരയ്ക്കാം, ഇഷ്ടംപോലെ റേഡിയസ് വരയ്ക്കാം. അതിൻ്റെയൊക്കെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഒരേ വൃത്തത്തിൽ വരയ്ക്കുന്ന ആരങ്ങളൊക്കെ തുല്യ നീളമുള്ളവയായിരിക്കും. രണ്ടാരങ്ങൾ ഒരേ രേഖയിൽ വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? വ്യാസം. ഓക്കെ, അല്ലെങ്കിൽ ഡയമീറ്റർ. ഓക്കെ, അപ്പൊ ഇത് ഓ കേന്ദ്രമായ വൃത്താണ്. വൃത്തത്തിന് നമ്മൾ പലപ്പോഴും പേര് കൊടുക്കാറ് വൃത്തകേന്ദ്രത്തിന്റെ പേരാണ്. വൃത്തകേന്ദ്രത്തിന്റെ പേരാണ് വൃത്തത്തിന്റെ പേരായിട്ട് നമ്മൾ പരിഗണിക്കുക. അപ്പൊ ഇത് ഓ കേന്ദ്രമായ വൃത്തം, സർക്കിൾ വിത്ത് സെന്റർ ഒ. ഇനി ഈ വൃത്തം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മാത്രമാണ്, ഈ വെളുത്ത് കാണുന്ന അതിന് മാത്രമാണ് എന്ത് വിളിക്കുക? വൃത്തം എന്ന് വിളിക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബിന്ദു മാർക്ക് ചെയ്യണം. ഒരു ബിന്ദു, ഈ ബിന്ദു എവിടുത്തെ ബിന്ദുവാണ്? അത് വൃത്തത്തിലെ ബിന്ദുവാണോ? അല്ല, അല്ലെ? ഈ ബിന്ദു വൃത്തത്തിലെ ബിന്ദു അല്ല. ഈ ബിന്ദു വൃത്തത്തിന്റെ അന്തർഭാഗത്തുള്ള ബിന്ദു എന്ന് പറയാം. വൃത്തത്തിന്റെ അകത്തുള്ള ബിന്ദു, ഇന്റീരിയർ പോയിന്റ് ആണ്. നോട്ട് എ പോയിന്റ് ഓൺ ദ സർക്കിൾ, ഇറ്റ് ഈസ് ദ ഇന്റീരിയർ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഇനി ഞാനൊരു ബിന്ദു ഇവിടെ മാർക്ക് ചെയ്താലോ? അതോ അത് വൃത്തത്തിലെ ബിന്ദുവാണ്? അല്ല, അത് വൃത്തത്തിന്റെ പുറത്തുള്ള ബിന്ദു, വൃത്തത്തിന്റെ ബഹിർഭാഗത്തുള്ള ബിന്ദുവാണ്. എക്സ്റ്റീരിയർ പോയിന്റ് ആണ്, ഔട്ടർ പോയിന്റ് ആണ്. അപ്പോൾ ഇതും വൃത്തത്തിലെ ബിന്ദുവല്ല, ഇതും വൃത്തത്തിലെ ബിന്ദുവല്ല. ഇതോ അത് വൃത്തത്തിലെ ബിന്ദുവാണ്. അപ്പൊ മനസ്സിലായ? വൃത്തം എന്ന് പറഞ്ഞാൽ, വൃത്തം എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത് കാണുന്നത് മാത്രമാണ് വൃത്തം. അതിനകത്തുള്ളതും പുറത്തുള്ളതും ഒന്നും എന്തല്ല? വൃത്തമല്ല. ഓക്കെ, അപ്പൊ വൃത്തകേന്ദ്രോ? വൃത്തകേന്ദ്രം വൃത്തത്തിലെ ബിന്ദുവാണോ? അല്ല. വൃത്തകേന്ദ്രം എവിടുത്തെ ബിന്ദുവാണ്? വൃത്തകേന്ദ്രം വൃത്തത്തിന്റെ അന്തർഭാഗത്തുള്ള ബിന്ദു, അകത്തുള്ള ബിന്ദുവാണ്, ഇന്റീരിയർ പോയിന്റ്, വൃത്തത്തിലെ ബിന്ദുവല്ല. ഇപ്പൊ ഞാനൊരു ബിന്ദു മാർക്ക് ചെയ്തു. ഇവിടെ ഒരു ബിന്ദു എ, അത് വൃത്തത്തിലെ ബിന്ദുവാണ്. ശരിയല്ലേ? ഓക്കെ, ആ വൃത്തത്തിലെ ഞാൻ വേറൊരു ബിന്ദു മാർക്ക് ചെയ്തു. ബി, വൃത്തത്തിലെ ബിന്ദുവല്ലേ? ആണ്. ഈ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഞാനൊരു വര വരച്ചു. എനും ബിനും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഞാനൊരു വര വരച്ചു. അപ്പൊ നമ്മൾ പറയും എ ബി എന്നുള്ളത് ഈ വൃത്തത്തിലെ ഒരു ഞാണാണ്, ഒരു കോഡാണ് എന്ന് പറയും. അപ്പൊ എന്താ ഞാൻ അഥവാ കോഡ് എന്ന് പറഞ്ഞാൽ? ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര. ദ ലൈൻ ജോയിനിങ് ടു പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഈസ് നോൺ ആസ് കോഡ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ കോഡ് എന്ന് പറഞ്ഞതാണ്. ഒരു സർക്കിളിലെ ഞാൻ അല്ലെങ്കിൽ വൃത്തത്തിലെ ഞാൻ എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര. അപ്പൊ ഇത് നോക്കൂ, ഇത് വൃത്തത്തിലൊരു ഞാനാണോ? നോക്കൂ, ഈ വരച്ചത് വൃത്തത്തിലെ ഞാനാണോ? യെസ്, അല്ലെ? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് വൃത്തത്തിൽ എന്താണ്? ഞാനാണ്. വേറൊരു വര വരയ്ക്കാം. ഇത് ഞാനാണോ? നോക്കൂ, ഇത് വൃത്തത്തിലെ ഞാനാണോ?
ആണ്. കാരണം എന്താ? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അത് വൃത്തത്തിൽ എന്താണ്? ഞാനാണ്. ഈ വര വൃത്തത്തിലെ ഞാനാണോ? നോക്കൂ, ഇത് വൃത്തത്തിലെ ഞാനാണോ? അല്ല. എന്തുകൊണ്ടല്ല? അത് വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ചില്ല. ഒരു ബിന്ദു വൃത്തത്തിലെ ബിന്ദു ഉള്ളൂ, മറ്റേ ബിന്ദു എവിടെയാണ്? വൃത്തത്തിന്റെ അന്തർഭാഗത്തെ ഇന്റീരിയർ പോയിന്റ് ആണ്. അല്ലെ? ഒരു പോയിന്റ് സർക്കിളിലാണ്, ഒരു പോയിന്റ് സർക്കിളിന്റെ ഇന്റീരിയറിലാണ്. അപ്പൊ അതുകൊണ്ട് എന്തല്ല? സർക്കിൾ അതൊരു കോഡല്ല, അതൊരു ഞാനല്ല. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ വരച്ചാലോ? ഇത് ഞാനാണോ? അല്ല. കാരണം എന്താ? ഇത് രണ്ട് പോയിന്റ് ഒന്നല്ല, സർക്കിളിലല്ല. അല്ലെ? ഈ എൻ പോയിന്റ്, ഈ അഗ്രബിന്ദു വൃത്തത്തിലല്ല, ഈ അഗ്രബിന്ദു ഈ എൻ പോയിന്റും എവിടെയല്ല? സർക്കിളിലല്ല. അപ്പൊ അതുകൊണ്ട് ഇത് എന്തല്ല? വൃത്തത്തിൽ എന്തല്ല? ഒരു ഞാനല്ല, ഒരു കോഡല്ല. ഇനി ഞാൻ ഇങ്ങനെ വരച്ചാലോ? ഇത് ഞാനാ. ഇത് വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് സർക്കിളിലെ പോയിന്റാണ്, ഇതും സർക്കിളിലെ പോയിന്റാണ്. പക്ഷെ കോഡാണോ? ഞാനാണോ? അല്ല. എന്തുകൊണ്ടാ? അത് യോജിപ്പിച്ചത് വര കൊണ്ടല്ല. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ചാൽ മാത്രം പോരാ, എങ്ങനെ വേണം? വര കൊണ്ട് യോജിപ്പിക്കണം, ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനെന്ത് വിളിക്കുക? ഞാൻ. അപ്പൊ ഇത് എന്തല്ല? ഞാനല്ല. ഓക്കെ, ഇനി ഞാൻ ഇത് വരച്ചാലോ? ഇത് ഞാനാണോ? നോക്കൂ, ഇത് ഞാനാ. ഈ വരച്ചത് അല്ല, അത് ആരാണ്? ഞാനാണോ? അല്ല. എന്തുകൊണ്ടാണ് ഞാനല്ല എന്ന് പറയുന്നത്? ഇതും വൃത്തത്തിലെ ഒരു ബിന്ദുവിലെ തൊട്ടിട്ടുള്ളൂ. അല്ലെ? വൃത്ത കേന്ദ്രം എവിടെയല്ല? വൃത്തത്തിലെ ബിന്ദുവല്ല. അപ്പൊ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കണില്ല. പക്ഷെ അതെന്തല്ല? ഞാനല്ല. എന്നാൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലോ? ഈ വര നോക്കൂ, ഇതെന്താ? ഇതിനെന്താ നമ്മൾ പേര് വിളിക്കുക? ഇതെന്താണ്? രണ്ട് ആരങ്ങൾ ഒരേ വരയിൽ എന്താ വിളിക്കുകയാണ്? വ്യാസം അഥവാ ഡയമീറ്റർ. അത് കോഡാണോ? നോക്കൂ, അത് ഞാനാണോ? ആണ്. കാരണം എന്താ? അത് വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്. ശരിയല്ലേ? വര കൊണ്ടാണ് യോജിപ്പിക്കുന്നത്, ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്? വ്യാസം എന്താണ്? ഞാനാണ്. അപ്പൊ ഡയമീറ്റർ ഈസ് എ കോഡ്, ബട്ട് റേഡിയസ് ഈസ് നോട്ട് എ കോഡ്. ആരം എന്തല്ല? ഒരു ഞാനല്ല. കാരണം ആരം വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കണില്ല. എന്നാൽ വ്യാസം എന്താണ്? ഞാനാണ്. കാരണം വ്യാസം വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്. വ്യാസം എന്നുള്ള ഞാനിന് വൃത്തത്തിൽ പല പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത, വൃത്ത കേന്ദ്രത്തിൽ കൂടെ വരയ്ക്കണ എല്ലാ ഞാണുകളും വ്യാസങ്ങളോ. ശരിയല്ലേ? നോക്കൂ, വൃത്ത കേന്ദ്രത്തിൽ കൂടെ നമ്മൾ ഏത് ഞാണ് വരച്ചാലും ആ ഞാണൊക്കെ എന്താണ്? ഡയമീറ്ററാണ്. അല്ലെ? ആ കോഡുകളൊക്കെ ഡയമീറ്റർ അല്ലേ? നോക്കൂ, ആ ഞാണുകളൊക്കെ എന്താവും? വ്യാസങ്ങളോ. ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഒരു വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാണ് വ്യാസം. അല്ലെ? ഇതിനേക്കാൾ ചെറിയ ഞാണുകളിൽ ഇങ്ങോട്ടൊക്കെ വരയ്ക്കുമ്പോൾ ഇതിനേക്കാൾ ചെറിയ ഞാണുകളെ വരൂ. ഇങ്ങോട്ട് വരച്ചാൽ ഇതിനേക്കാൾ ചെറിയ ഞാണുകളെ വരയ്ക്കാൻ പറ്റും. ഒരു വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാനാണ് ആര്? വ്യാസം. വൃത്ത കേന്ദ്രത്തിൽ കൂടെ വരയ്ക്കണ ഞാനാണ് ആര്? വ്യാസം. ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന വരയെ ഞാൻ എന്ന് പറയുന്നു. വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാനാണ് വ്യാസം. ഇത് വൃത്ത കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന ഞാനാണ്. ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന വരയെ ഞാൻ എന്ന് പറയുന്നു. വൃത്ത കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന ഞാനാണ് വ്യാസം. ഇത് വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാനാണ്. ദ ലൈൻ ജോയിനിങ് ടു പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ ഈസ് കാൾഡ് chord of the circle. The chord passing through the center of the circle is called diameter. It is the largest chord on the circle. The line joining two points on a circle is called chord of the circle. The chord passing through the center of the circle is called diameter. It is the largest chord on the circle. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ചുരുക്കി പറയാം. ഒന്ന്, ഞാൻ അഥവാ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര. അതിനാണ് എന്ത് വിളിക്കുക? ഞാൻ അഥവാ കോഡ്. ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കണം, വര കൊണ്ട് യോജിപ്പിക്കണം. ജോയിനിങ് ടു പോയിന്റ്സ് ഓൺ ദ സർക്കിൾ യൂസിങ് എ ലൈൻ. നിർബന്ധമാണ്. രണ്ട് കാര്യങ്ങൾ ചോദിക്കണം. രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യണ്ടോ നോക്കണം, ലൈൻ കൊണ്ടാണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണിത് കോഡ്. അല്ലേ? ആരം എന്തല്ല?
ഞാണല്ല. എന്തുകൊണ്ട് ആരം ഞാണാവാഞ്ഞ്? അത് രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കണില്ല. എന്നാൽ വ്യാസം അഥവാ ഡയമീറ്റർ ആരാണ്? ഒരു കോഡാണ്. വ്യാസം ഒരു ഞാണാണ്. വ്യാസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഏതൊക്കെ? ഒന്ന്, സെന്റർ. ഇറ്റ് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുന്ന കോഡാണ് ആര്? ഡയമീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് കോഡ് ഓൺ ദ സർക്കിൾ. ഒരു വൃത്തത്തിൽ വരയ്ക്കുന്ന ഏറ്റവും വലിയ ഞാണാണ് ആര്? അതിന്റെ വ്യാസം. ഓക്കെ, ഇതാ ഓ കേന്ദ്രമായ വൃത്തം. ആ വൃത്തത്തിൽ ഞാനൊരു ഞാണ് വരച്ചിട്ടുണ്ട്, AB. കാണുന്നുണ്ടല്ലോ അല്ലെ? AB ആ വൃത്തത്തിൽ ഒരു ഞാണാണ്. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്ന വരെയാണ് അല്ലെ? ലൈൻ ജോയിനിങ് 2 points ഓൺ ദ സർക്കിൾ. AB ആ വൃത്തത്തിലെ ഒരു ഞാണാണ്, ഒരു കോഡാണ്. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് പറയുന്നത്. ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഇതിലെ ഈ ഞാണിലേക്ക് ഞാനൊരു ലംബം വരയ്ക്കുകയാണ്. ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഒരു പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദ കോഡ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് അതിലെ ഈ കോഡിലേക്ക്, ഈ ഞാണിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ലംബം വരച്ചു. ലംബം വരച്ചാൽ നമുക്കറിയാം, ലംബത്തിന്റെ ചോട്ടിൽ എത്ര ഡിഗ്രിയാണ് വരിക? 90 ഡിഗ്രി. അങ്ങ് ലംബം വരച്ചു. ലംബത്തിന് തൽക്കാലം ഞാൻ OC എന്ന് പേര് കൊടുത്തു. ലംബം OC. ഇങ്ങനെ വൃത്തകേന്ദ്രത്തിൽ നിന്നും അതിലെ ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. ഞാണിനെ സമമായിട്ട് ഭാഗിക്കും. ഞാണിനെ തുല്യമായിട്ട് വീതിക്കും. പപ്പാതിയാക്കും എന്ന് പറയും അല്ലെ? ഇപ്പൊ ഈ വൃത്തകേന്ദ്രത്തിൽ ഞാണിലേക്ക് ലംബം വരച്ചു. അപ്പൊ ആ ഞാണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? തുല്യമായിട്ട് ഭാഗിച്ചിട്ടുണ്ടാവും. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ AC-ന്റെ ലെങ്ത് ആർക്ക് ഈക്വൽ ആയിരിക്കും? BC-ക്ക് ഈക്വൽ ആവും. AC ഈക്വൽ ടു BC. ഇപ്പൊ AC 5 ആണെങ്കിൽ BC 5. അത് ഞാണിന്റെ മൊത്തം ലെങ്ത്. കോഡ് മൊത്തം 10 ആണെങ്കിൽ ഇത് 5. ഇത് മൊത്തം 20 ആയിരുന്നു വിചാരിക്കുക. AB എന്നുള്ള ഞാണിന്റെ നീളം 20 ആണ്. കോഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ AC ഈക്വൽ ടു 10, BC ഈക്വൽ ടു 10. രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഞാണിനെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. കോഡിനെ എന്ത് ചെയ്യും? സമമായിട്ട് ഭാഗിക്കും. കോഡിനെ, ഞാണിനെ തുല്യമായിട്ട് ഭാഗിക്കും. ഓക്കെ, ഈ തത്വം നമ്മളൊന്ന് ഓർത്തു വെക്കണം. വൃത്തകേന്ദ്രത്തിൽ നിന്നും അതിലെ ഒരു ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. വൃത്തകേന്ദ്രത്തിൽ നിന്നും അതിലെ ഒരു ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്.